ഇസ്താൻബുളിൽ വന്നിട്ട് ആഗ്യ സോഫിയ, ആയാ സോഫിയ എന്ന് പറയും. ആഗ്യ സോഫിയയുടെ കാഴ്ചകൾ കാണാതെ നമുക്കൊരിക്കലും മടങ്ങിപ്പോകാൻ പറ്റില്ല. ആഗ്യ സോഫിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഇസ്ലാമിക സംസ്കാരങ്ങളുടെ കൂടിച്ചേരലിന്റെ ഒരു സിമ്പൽ. അതിലുപരിയായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ചറിന്റെയും ചരിത്രത്തിന്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ്. അതാണ് ഹാഗിയ സോഫിയ. ബൈസന്റൈൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ ഒന്നാമനാണ് AD 537 ചർച്ച് ഓഫ് ഹോളി വിസ്ഡം എന്ന അർത്ഥം വരുന്ന ഹാഗിയ സോഫിയ എന്ന പേരിൽ ഈ കത്തീഡ്രൽ ഇവിടെ പണി കഴിപ്പിച്ചത്. അതിനും വർഷങ്ങൾക്ക് മുമ്പ് AD 336 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയായിരുന്നു ഇവിടെ ആദ്യമായിട്ട് ഒരു ദേവാലയം സ്ഥാപിച്ചത്. ചർച്ച് ഓഫ് അപ്പോസൽസ് എന്നറിയപ്പെട്ടിരുന്ന ആ ദേവാലയം AD 532 പൊട്ടിപ്പുറപ്പെട്ട നിക്കാ ലഹളയിൽ നശിപ്പിക്കപ്പെടുകയായിരുന്നു. ലഹളയൊക്കെ അമർച്ച ചെയ്ത ജസ്റ്റീനിയൻ അതേ സ്ഥലത്ത് അതിഗംഭീരമായ നിലയിൽ ഹാഗിയ സോഫിയ ഇന്ന് ഈ കാണുന്ന നിലയിൽ പണി തീർത്തു. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ അഭിമാന സ്തംഭമായി അവരുടെ ഏറ്റവും വലിയ കത്തീഡ്രലായി 1453 വരെ ഇത് നിലകൊണ്ടു. സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി ഹാഗിയ സോഫിയെ ഒരു മോസ്കായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. 1935 ഓട്ടോമൻ തുർക്കികളെ നിഷ്കാസനം ചെയ്ത് മുസ്തഫ കമാൽ അതാതുർക്കിന്റെ നേതൃത്വത്തിൽ ടർക്കി ഒരു മതേതര റിപ്പബ്ലിക് ആയപ്പോൾ ഹാഗിയ സോഫിയ ഒരു മ്യൂസിയമായി പരിണമിച്ചു. അടുത്ത കാലത്ത്, അതായത് 2020 ജൂലൈയിൽ ടർക്കിയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എർഡോഗൻ ഇത് വീണ്ടും ഒരു മോസ്കായി ഡിക്ലെയർ ചെയ്തു. അതോടെ ടൂറിസ്റ്റുകളായി വരുന്നവർക്ക് ഹാഗിയ സോഫിയയുടെ പ്രധാന കവാടത്തിലൂടെയുള്ള പ്രവേശനം നിയന്ത്രിക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെയാണ് ഹാഗിയ സോഫിയയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ ഹാഗിയ സോഫിയയുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഈ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സാധാരണഗതിയിൽ നമ്മൾ ഒരു സ്കിപ്പ് ലൈൻ ടിക്കറ്റ് എടുക്കാതെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ജനസമുദ്രമാണ് ടൂറിസ്റ്റുകളുടെ. തീർച്ചയായിട്ടും ഒരു സ്കിപ്പ് ലൈൻ ടിക്കറ്റ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ബെനിഫിഷ്യൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ലാഭിച്ച് ഈ ഹാഗിയ സോഫിയയുടെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഇപ്പോൾ ആ ടൂർ ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ടൂർ ഗൈഡ് നമ്മളെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടെത്തിക്കും. അത് കഴിഞ്ഞ് ഒരു ഓഡിയോ ഗൈഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഹാഗിയ സോഫിയയുടെ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. നമ്മുടെ ടൂർ ഗൈഡ് ഈ ടിക്കറ്റ് പർച്ചേസ് ചെയ്തവരെയൊക്കെ ഒരു പ്രത്യേക ക്യൂവിൽ കൂടെ ഉള്ളിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ ഹാഗിയ സോഫിയയുടെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സ്റ്റെപ്സ് ഒഴിവാക്കിക്കൊണ്ട് പണിതിരിക്കുന്ന ഈ റാമ്പിലൂടെ അപ്പർ ഗാലറിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്ക് ഈസിയായിട്ട് കയറി പോകാൻ പറ്റുന്ന തരത്തിൽ വളരെ തോട്ട്ഫുള്ളായിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാം. 1500 വർഷങ്ങളായി ഒരുപാട് പേർ നടന്ന് റാമ്പ് വളരെ സ്മൂത്തായിട്ടുണ്ട്. റൂഫും വോൾസും ഒക്കെ പ്രത്യേകമായി നിർമ്മിച്ച ബ്രിക്സും ചുണ്ണാമ്പും വോൾക്കാനിക് ആഷും ചേർത്തുണ്ടാക്കിയ ബൈസന്റൈൻ മോർട്ടാറും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 45 അടി ഉയരത്തിലേക്ക് ഈസിയായിട്ട് നമ്മൾ നടന്നു കയറി. ഇവിടെയാണ് അപ്പർ ഗാലറി എൻട്രൻസ്. (2020) മുതൽ സ്ത്രീകൾക്ക് ഹെഡ് സ്കാർഫ് മസ്റ്റാണ്. അതുകൊണ്ട് സ്കാർഫ് കരുതാൻ മറക്കാതിരിക്കുക. ഇവിടേക്ക് കയറി വരുമ്പോൾ ആദ്യം നമ്മൾ നോട്ടീസ് ചെയ്യുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഈ റൂഫാണ്. സ്വർഗത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ യെല്ലോ ഹ്യൂ ഉപയോഗിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഓഡിയോ ഗൈഡ് അവൈലബിൾ ആണ്. ഹാഗിയ സോഫിയ മോസ്കിൻ്റെ പ്രധാന ഭാഗമെന്ന് പറയുന്നത് ഇവിടമാണ്. ആ പ്രധാന കവാടത്തിൽ കൂടെ കടന്ന് ഇവിടെ ആരാധനയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി വിശ്വാസികൾക്ക് മാത്രമേ ഇവിടേക്ക് കടന്നു വരുവാൻ പറ്റുകയുള്ളൂ. വിസിറ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉയർന്ന ലെവലിൽ മാത്രമേ ഇവർക്ക് എൻട്രി ഉള്ളൂ എന്ന് പറയാം. കാഴ്ചക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന തീർച്ചയായിട്ടും ഹാഗിയ സോഫിയയുടെ 182 അടി ഉയരത്തിലുള്ള ഈ ഡോമാണ്. 1500ഓളം വർഷങ്ങൾ താണ്ടി ഒരു ആർക്കിടെക്ചറൽ മാർവൽ. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 40ഓളം ചെറിയ വിൻഡോസ് ഈ ഡോമിന് ചുറ്റുമായി ഉണ്ട്. അതുകൊണ്ട് പകൽ സമയത്താണെങ്കിലും ഡോമിനൊരു പ്രത്യേക ശോഭയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ഇവരിത് പ്ലാൻ ചെയ്തതെന്നുള്ള വ്യക്തമാണ്. ഈ ഡോമിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ ആദ്യകാലത്ത് ക്രിസ്തുവിൻ്റെ രൂപമായിരുന്നു. ഒട്ടോമൻ കാലഘട്ടത്തിൽ ക്രിസ്തു രൂപത്തിന് പകരം ഹോളി ഖുറാനിലെ അള്ളാ ഈസ് ദി ലൈറ്റ് ഓഫ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് തുടങ്ങുന്ന സൂക്തം കലിഗ്രാഫിയായി ആലേഖനം ചെയ്യുകയായിരുന്നു. 4 മാസീവ് പെൻഡൻറ്റീവ്സ് ആണ് ഈ ഡോമിനെ താങ്ങി നിർത്തുന്നത്. ഓരോ പെൻഡൻറ്റീവിലും ഓരോ ഏഞ്ചലിൻ്റെ രൂപം കാണാം. 6 ചിറകുകളോടുകൂടിയ ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ കാവൽക്കാരായ സെറാഫിം മാലാഖമാരാണ്. ഒട്ടോമൻ കാലഘട്ടത്തിൽ അവരുടെ മുഖം പ്ലാസ്റ്റർ ചെയ്ത് മറച്ചു കളയുകയായിരുന്നു. ഈ അടുത്ത കാലത്ത് റീസ്റ്റോറേഷൻ വർക്കൊക്കെ നടക്കുമ്പോൾ പ്ലാസ്റ്റർ ഇളകിപ്പോയതിനാൽ ഒരു മാലാഖയുടെ മുഖം നമുക്ക് വ്യക്തമായിട്ട് കാണാം. അടുത്തായിട്ട് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ തീർച്ചയായിട്ടും ഈ തൂക്കുവിളക്കുകളാണ്. ആദ്യകാലങ്ങളിലൊക്കെ ഇത്തരം ഓർണേറ്റ് ഷാൻഡിലിയേഴ്സിന് പകരം ഓയിൽ ലാമ്പുകളും ക്യാൻഡിൽസും ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. താഴേക്ക് നോക്കുമ്പോൾ മെയിൻ ഹോളിൽ കുറേ താഴെയായിട്ടാണ് ഈ വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ലൈറ്റ്സ് ഒരു മിസ്റ്റിക്കലും സ്പിരിച്വലുമായിട്ടുള്ള എക്സ്പീരിയൻസ് തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വോൾ ക്ലാഡിങ്സ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ മാർബിൾ പീസുകൾ നോക്കുക. പല പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പല നിറത്തിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെയുള്ള മാർബിൾ പീസുകളാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഹാഗിയ സോഫിയയ്ക്ക് തുല്യം ഹാഗിയ സോഫിയ മാത്രമാണെന്നുള്ളതാണ്. ഹാഗിയ സോഫിയയുടെ ഒരു പ്രധാന ഏരിയയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബൈസന്റൈൻ സാമ്രാജ്യത്വ കാലത്ത് കൊട്ടാരത്തിലുള്ള രാജ്ഞിമാരൊക്കെ വന്ന് മതപരമായ ചടങ്ങുകളൊക്കെ കണ്ടിരുന്നത് ഈ ഹാഗിയ സോഫിയയുടെ ഈ ഒരു പ്രത്യേക ഏരിയയിൽ നിന്നുകൊണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ബാൽക്കണി പോലെയാണ്. എംബ്രസ് ലോഷ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ആഗോള ക്രിസ്ത്യൻ സഭ ഓർത്തഡോക്സ് കാത്തലിക് വിഭാഗങ്ങളായിട്ട് മാറുന്നതിന് മുമ്പും പിമ്പുമായി നടന്ന ഒരുപാട് സിനഡുകൾ നടന്ന ഏരിയയാണ് സൗത്ത് ഗാലറി. അവിടേക്കാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത്. ഈ ഗാലറിയിൽ ഒരു വലിയ വിൻഡോയ്ക്ക് 2 വശങ്ങളിലുമായി മനോഹരമായ 2 മൊസൈക്ക് ചിത്രങ്ങൾ കാണാം. വലതുഭാഗത്തായിട്ട് കാണുന്നത് ബൈസന്റൈൻ ചക്രവർത്തിയായിരുന്ന ജോൺ II കോംനിനസിൻ്റെയും ഭാര്യ ഐറീൻ രാജ്ഞിയുടെയും പുത്രൻ അലക്സിയോസിൻ്റെയും ഇമേജുകളാണ്. ഈ ബൈസന്റൈൻ രാജവംശത്തിലെ സെൻസേഷണലായ ഒരു കഥാപാത്രമായ സോയിയുടെയും അവരുടെ 3ാമത്തെ ഭർത്താവായ എംപറർ മൊണോമാക്കോസിൻ്റെയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജാണ് ഈ അടുത്ത ഭാഗത്ത് കാണുന്നത്. ഈ സോയി എന്ന് പറയുന്നത് കോൺസ്റ്റന്റൈൻ 8ാമൻ്റെ മകളായിരുന്നു. അവരാദ്യം വിവാഹം ചെയ്ത ഒരു പട്ടാള ജനറലായ റോമാനോസിൻ്റെ രൂപമായിരുന്നു ഒറിജിനൽ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ സോയി 2ാമത് വിവാഹം ചെയ്ത മിഖായലിൻ്റെ രൂപമായിട്ട് ഇത് പുനഃസൃഷ്ടിച്ചു. ഇപ്പം നമ്മൾ കാണുന്നത് അവരുടെ 3ാം ഭർത്താവായ മൊണോമോക്കസിൻ്റേതാണ്. ഇവിടെയും അവർ രണ്ടുപേരും ക്രിസ്തുവിന് സമ്മാനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ഒരു രംഗമാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. മൊസൈക്കിൽ തീർത്തിരിക്കുന്ന ഈ ചുവർ ചിത്രങ്ങൾ പല ഭാഗങ്ങളായിട്ടുണ്ടെങ്കിലും ഇപ്പം ഇത്രയും വർഷങ്ങൾ, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അതൊക്കെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ മനോഹരമായ ആ ഒരു ആർട്ട് വർക്ക് അതിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ വർക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു തരത്തിലുമുള്ള പെയിൻറ്റിങ്ങോ ബ്രഷോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. പകരം ഈ ഗ്രീൻ സ്റ്റോൺസ്, റെഡ് സ്റ്റോൺസ്, പിന്നെ ഗോൾഡ് ലീഫ്, പിന്നെ ഗ്ലാസ്, അപ്പോൾ ഇതൊക്കെ മൊസൈക്കുകളാക്കി ചെറിയ ചെറിയ മൊസൈക്ക് പീസസ് ആക്കി അങ്ങനെ ഒട്ടിച്ചാണ് ഈ രൂപങ്ങളൊക്കെ ഇവരുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലപ്പഴക്കം മൂലം ഇതൊക്കെ ഇളകിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇമേജ് കുറേയൊക്കെ നശിച്ച് പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ചിത്രം അറിയപ്പെടുന്നത് ദി ഡെയീസിസ് മൊസൈക്ക് എന്നാണ്. കന്യാമറിയാമും യോഹന്നാൻ സ്നാപകനും ലോകത്തിൻ്റെ പാപത്തെയൊക്കെ ഓർത്ത് അല്ലെങ്കിൽ ലോകത്തിനായിട്ട് ക്രിസ്തുവിനോട് യാചിക്കുന്നതായിട്ടുള്ളൊരു രംഗമാണ് ഇതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹാഗിയ സോഫിയയുടെ കാഴ്ചകളൊക്കെ പൂർത്തിയാക്കി നമ്മൾ എക്സിറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുമതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ചരിത്രത്തിലൊക്കെ വലിയ ഇടം നേടിയിട്ടുള്ള ഈ മനോഹരമായ നിർമ്മിതിയോട് വിട പറയുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയും കൂടെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇതിലെ നടന്നങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേക്ക് എക്സിറ്റിൻ്റെ ഭാഗത്തായിട്ട് ചക്രവർത്തിമാർക്ക് മാത്രമായിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. ഇമ്പീരിയൽ ഡോർ എന്നാണ് അതറിയപ്പെടുന്നത്. നമ്മളിനി അവിടേക്കാണ് പോകുന്നത്.
അങ്ങോട്ട് നോക്കുമ്പോൾ ആ കോറിഡോറിൻ്റെ അറ്റത്തായിട്ട് കാണുന്ന വലിയ വാതിലുകളാണ് ഇമ്പീരിയൽ ഡോർസ്. അതിന് മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൊസൈക്ക് പാനൽ ചിത്രം കാണാം. ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയ കന്യാമറിയാമിൻ്റെ വലതുഭാഗത്ത് ഹാഗിയ സോഫിയയുടെ ഒരു റിപ്ലിക്കയും ഏന്തി നിൽക്കുന്ന ജസ്റ്റീനിയൻ ഒന്നാമൻ ചക്രവർത്തിയും, കന്യാമറിയാമിൻ്റെ യേശുവിൻ്റെ ഇടതുഭാഗത്തായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണത്തിലെ റിപ്ലിക്കയും ഏന്തി നിൽക്കുന്ന കോൺസ്റ്റന്റൈൻ ദി ഗ്രേറ്റുമാണ് ഈ ഇമേജിനകത്ത് അവർ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഹാഗിയ സോഫിയയും കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണവും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു എന്നൊരു വ്യംഗ്യമാണ് ഈ ഇമേജിനകത്തുള്ളത്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണണം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത തവണ കാണും വരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.